जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। श्री श्री कृष्ण बलराम की हरे कृष्ण। എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ പ്രണാമം. അപ്പോൾ ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ നിങ്ങൾ ഈ 3 ക്ഷേത്രവും ദർശനം എടുത്തു. ഏതൊക്കെയാണ്? ചന്ദ്രമൗലീശ്വര ക്ഷേത്രം, അനന്തേശ്വര ക്ഷേത്രം, കൃഷ്ണ ഭഗവാൻ, ഉടുപ്പി മഠം. ചന്ദ്രമൗലി അനന്തേശ്വര ക്ഷേത്രത്തിൽ ആ വെള്ളിപ്പീഠം കണ്ടോ? അതാണ് വലുതായിട്ട്. ശിവ ഇത് കാണില്ല, വെള്ളിപ്പീഠമാണ് വലുതായിട്ട് കാണുന്നത്. സോ മോർണിംഗ് യു വെൻറ്റ് ആൻഡ് ഹാഡ് ദർശൻ ഇൻ ഓൾ ദ 3 ടെമ്പിൾസ്. ഇംഗ്ലീഷുകാർ ആരും ഇല്ലല്ലോ ഇവിടെ? ഉണ്ടോ? ഓക്കെ. ചെറിയ ഒരു ജനാലയിൽ കൂടെയാണ് നിങ്ങളെല്ലാവരും ഭഗവാനെ കണ്ടത്. ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രധാന കവാടം അതല്ല. പ്രധാന കവാടം കിഴക്ക് വശത്താണ്. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ആ വാതിൽ അടഞ്ഞു, കൃഷ്ണ ഭഗവാൻ ഫുള്ളും ബാക്കിലേക്ക് തിരിഞ്ഞു, ബാക്കിലത്തെ വാതിൽ പൊട്ടി. അങ്ങനെ കനകദാസന് ദർശനം കൊടുത്തു. വാതിലിൻ്റെ ബാക്ക് സൈഡിൽ കനകദാസനുണ്ട്. കനകദാസൻ ഒരു എന്താ പറയുക, ഒരു സാധാരണ ഷെഡ്യൂൾ ട്രൈബിൻ്റെ ഒരു രാജാവായിരുന്നു. അതായത് പണ്ട് കാലത്തൊക്കെ ചെറിയ എന്താ പറയുക, നാടുവാഴികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അറിയാം. ചെറിയ ഒരു ഗ്രാമം, അവിടെ ഒരു 50 വീട്, ഒരു 100 പശു, അതിനൊരു രാജാവ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അങ്ങനത്തെ ഒരു രാജാവാണ്. അപ്പം ആ കാലഘട്ടത്ത് ഈ കുട്ടി ജമീന്ദാർ രാജാക്കന്മാർ തമ്മിലൊക്കെ വഴക്കുണ്ടാകും. വേനാട് രാജാവ് വഞ്ചിനാട് രാജാവിൻ്റെ കൂടെ വഴക്കുണ്ടാക്കുക, തിരുവിതാംകൂർ രാജാവ് നെയ്യാറ്റിങ്കര രാജാവിൻ്റെ കൂടെ വഴക്കുണ്ടാക്കുക, ആറ്റിങ്കല്ല്, അങ്ങനെയൊക്കെ. ഇവർ രാജാവെന്ന് പറയാൻ പറ്റില്ല, കുട്ടി ഇത് ഇപ്പുറത്തുള്ള അപ്പുറത്ത് ചെന്ന് വഴക്കുണ്ടാക്കും, അപ്പുറത്തുള്ളവരിപ്പോൾ, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സോ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു അടിയൊക്കെ ഉണ്ടായി. അവസാനം രാജാവിനെ ഭഗവാൻ മരപ്പൊന്തിൽ ഒളിപ്പിച്ചു വെച്ചു. ലൈക്ക് ദാറ്റ്. സോ ദിസ് കനകദാസ്, ഹിസ് നെയിം വാസ് ധിമ്മപ്പ കനക. കനക മീൻസ് ഗോൾഡ്. ഇറ്റ്സ് എ വെരി റിച്ച് മാൻ. ഹി ഹാഡ് മെനി ഗോൾഡ്. വലിയ പൈസക്കാരനാണ്, ഒരുപാട് സ്വർണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ ഒരു യുദ്ധത്തിൽ ആള് തലയൊക്കെ പൊട്ടി ഇങ്ങനെ ബോധം കെട്ട് കിടക്കുക. അപ്പോൾ ശ്രീ ഉടുപ്പി കൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നു. നിനക്ക് സ്വർണം വേണോ, രാജ്യം വേണോ, എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഈ കനകദാസ് പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഉടുപ്പിയിൽ ഒന്ന് കയറി ദർശനമെടുത്ത ഉള്ള അവസരം കിട്ടിയാൽ മാത്രം മതി. ഭഗവാൻ പറഞ്ഞു, വന്നോളൂ എന്ന് പറഞ്ഞു. കാരണം ദർശനം വളരെ എളുപ്പമല്ല ഭഗവാനെ. ഭക്തന്മാരാരും തന്നെ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കാറില്ല. അതിമനോഹരമായി സേവനം ചെയ്യും. ആ സേവനം കൊണ്ട് ഭഗവാൻ അവരെ കാണും. ഇപ്പം നിങ്ങളെല്ലാവരും ഉടുപ്പിയിൽ ചെന്ന് എത്ര പേർക്ക് മുഴുവനും കാണാൻ പറ്റി? കൃഷ്ണനെ കാണാൻ പറ്റിയ? ഒരു ഇതിൽ കാണുമ്പോൾ അവരങ്ങോട്ടാക്കി വിട്ട് എന്താണ് ശരിക്കും മനസ്സിലായി പോലില്ല അല്ലേ? അതായത് വൈഷ്ണവരെങ്ങനെയെന്ന് വെച്ചാൽ ഭഗവാനെ കാണാൻ ശ്രമിക്കില്ല. അവർ സേവനം ചെയ്യും. അതിമനോഹരമായി അവർ സേവനം ചെയ്യുന്നത് കൊണ്ട് അവരെ ആര് കാണും? ഭഗവാൻ കാണും. അത്രയേ ഉള്ളൂ.
So devotees, they don't want to take darshan of the Lord. They simply wanted to render devotional service. And when they do service so much and please the Lord will see them. ഭഗവാൻ അവരെ കാണും. അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഇദ്ദേഹത്തിനെ ക്ഷേത്രത്തിനകത്ത് കടത്തിവിട്ടില്ല. പിടിച്ചു. ഉത്സവ ദിവസം ക്ഷേത്രത്തിൻ്റെ പുറകെ കൊണ്ടുപോയി കെട്ടിവെച്ചു, അടിച്ചു, പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു. സോ അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിക്കുകയും പുറകെ ഉള്ള മതിൽ ചുമര് പൊട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കനകദാസന് ദർശനം കൊടുത്തു. അവിടെ പ്രസാദം കഴിക്കുന്നതിൻ്റെ നമ്മൾ താഴെ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ വലിയ ഒരു വെള്ളിയിൽ അനന്തൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ കണ്ടോ? റൈറ്റ്. 600 വർഷങ്ങൾക്ക് മുമ്പ് വാദിരാജ തീർത്ഥ എന്നൊരു മഹാസന്യാസി ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ ഈ കൃഷ്ണമഠത്തിനെ ചുറ്റിയും അഷ്ടമഠങ്ങളുണ്ട്. കാണൂർ മഠ്, പേജാവർ മഠ്, ഇങ്ങനെ ഈ അഷ്ടമഠങ്ങളുണ്ട്. ഈ അഷ്ടമഠങ്ങളിലും 8 സന്യാസിമാരുണ്ട്. ഈ കൃഷ്ണ അമ്പലത്തിന് ഒരു സന്യാസി 2 വർഷം ഉത്തരവാദിത്തമെടുത്ത് എല്ലാ അമ്പല സേവനം ചെയ്യും, എല്ലാം നോക്കും, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും. അത് കഴിഞ്ഞാൽ അടുത്ത മഠങ്കാർ ഏറ്റെടുക്കും. ഈ മാറ്റത്തിനെ പര്യായ എന്ന് പറയും. അങ്ങനെ 16 വർഷം കഴിയും വീണ്ടും ഇവർക്ക് അവസരം കിട്ടാൻ. അപ്പോൾ ഭഗവാനെ സേവിക്കുന്ന അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ അത്ര സന്തോഷത്തോടു കൂടെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? സേവനം ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത സർവീസ് ചാൻസ് എപ്പോഴാണ് കിട്ടുന്നത്? 16 വർഷം കഴിഞ്ഞാണ്. അപ്പോൾ അവരുടെ ആ 2 വർഷകാലം അതിമനോഹരമായി ഇവർ സേവനം ചെയ്യും. സേവനമെന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. സന്തോഷത്തിൽ പോയി നമ്മൾ ചെയ്യണം. മനസ്സ് മടുത്ത് വെറുപ്പിച്ച് ഇഷ്ടക്കുറവോടെയൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുക, അയ്യോ ചെയ്യണോ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ ആ ഭാഗ്യം തിരിച്ചെടുക്കും. അങ്ങനെ ഒരു സന്യാസിക്ക് ഊഴം കിട്ടിയതാണ് വാദിരാജ തീർത്ഥ. അദ്ദേഹത്തിൻ്റെ 2 വർഷ സന്യാസം കഴിഞ്ഞിട്ട്, സേവനം കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രചരണത്തിനായി യാത്ര തിരിച്ചു. ഇവർ യാത്ര ചെയ്യുമ്പോൾ കൃഷ്ണ ഭഗവാനെയും കൊണ്ട്, അവർക്ക് ഓരോരുത്തർക്കും വിഗ്രഹമുണ്ടായിരുന്നു. ഈ വിഗ്രഹത്തിനെയും പോകുന്ന സ്ഥലത്തെല്ലാം കൊണ്ട് നടക്കും. എവിടെയാണ് യാത്ര ചെയ്യുന്ന, രാവിലെ ഒരു സ്ഥലത്തെല്ലാം വൃത്തിയാക്കി അവിടെ വെച്ച് പൂജ ചെയ്യും, നിവേദ്യം ചെയ്യും. ഉച്ചയ്ക്ക് എവിടെ ചെന്നാൽ അവിടെ ഒരു നിവേദ്യം ചെയ്യും. ഇങ്ങനെ അവർ എവിടെ യാത്ര ചെയ്താലും ഭഗവാന് കൃത്യമായ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ ഉച്ചയായി ഒരു പൂന്തോട്ടത്തിൽ കൃഷ്ണ ഭഗവാനെ വെച്ച് പൂജ ചെയ്യാൻ തുടങ്ങി. അത് വന്നിട്ട് ഒരു സുൽത്താൻ്റെ നാട്, മുസ്ലിം രാജാവിൻ്റെ നാടായിരുന്നു. സുൽത്താൻ്റെ ഭടന്മാർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ പൂജ ചെയ്യാൻ പാടില്ല എന്ന് വാദിരാജ തീർത്ഥയെ നിഷേധിച്ചു. വാദിരാജ തീർത്ഥ പറഞ്ഞു, ഞാനിവിടെ നിരന്തരം താമസിക്കാൻ പോകുന്നില്ല, അരമണിക്കൂറത്തെ പൂജ, ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. ഭടന്മാർ പറഞ്ഞു പറ്റത്തില്ല, ഞങ്ങൾ ചെന്ന് സുൽത്താൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യും. വാദിരാജ തീർത്ഥ പറഞ്ഞു കംപ്ലൈൻറ്റ് ചെയ്തോ. സുൽത്താൻ വന്നു പറഞ്ഞു, സന്യാസി എടുത്ത് മഹാശ്രേഷ്ഠന്മാരെ ഇവിടെ ചെയ്യരുത്. വാദിരാജ തീർത്ഥ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇത്ര തടസ്സപ്പെടുത്തുന്നത്? ഇപ്പോൾ സുൽത്താൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൻ മരിച്ച് ഇവിടെയാണ് ഞാൻ എൻ്റെ മകനെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇത് ശ്മശാന ഭൂമിയാണ്. ഞാൻ എൻ്റെ മകൻ്റെ ഓർമ്മയ്ക്കായി ഇതിനെ ഞാൻ പൂന്തോട്ടമാക്കി മാറ്റി. നിങ്ങളിവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്താൽ ഞാൻ എങ്ങനെ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹം അപേക്ഷിച്ചു. വാദിരാജ തീർത്ഥ പറഞ്ഞു, ഭഗവാൻ നിശ്ചയിച്ച സ്ഥലമാണ്, ഭഗവാൻ ഇരുന്ന് പൂജ സ്വീകരിച്ച സ്ഥലമാണ്, ഇവിടെ ഒരു അമംഗലവും ഉണ്ടാകില്ല, സമാധാനമായി ഇരിക്കാൻ പറഞ്ഞു. ആ സുൽത്താനും പൂജ തീരുന്നവരെ കാത്തിരുന്നു. പൂജയെല്ലാം കഴിഞ്ഞ് ഇവർ ഭഗവാനെ എല്ലാം മാറ്റിയിട്ട് വാദിരാജ തീർത്ഥ പറഞ്ഞു, കുഴി തുറക്കാൻ പറഞ്ഞു. സുൽത്താൻ പറഞ്ഞു, നിങ്ങൾ എന്താ കാണിക്കുന്നത്, ഈ കുഴി വീണ്ടും തുറക്കുന്നെന്താ? ധൈര്യമായിട്ട് തുറക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ ആ കുഴിയെടുത്തു. വാദിരാജ തീർത്ഥ ഒരാഴ്ച മുമ്പേ മരിച്ച ആ യുവരാജാവിനെ കണ്ടിട്ട്
മോനെ എണീറ്റ് വാ എന്ന് പറഞ്ഞ് അയാൾ എണീറ്റ് വന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പേ മരിച്ചതാണ്. സന്തോഷമായ സുൽത്താൻ ആനന്ദം കൊണ്ട് നൃത്തം വച്ചിട്ട് എൻ്റെ മുഴുവൻ രാജ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, എൻ്റെ പണം സമ്പത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. വാദിരാജ തീർത്ഥ പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഇല്ല ഞാൻ തരാം എന്ന് പറഞ്ഞ് എത്ര കോടിക്കണക്കാണ് സ്വർണവും ഭണ്ഡാരവും വാദിരാജ തീർത്ഥയ്ക്ക് തന്നു. വാദിരാജ തീർത്ഥ ഇത്രയും സ്വർണം ഇതെല്ലാം സ്വീകരിച്ചിട്ട് വരുന്ന വഴിക്ക് സൗപർണിക നദിയിൽ എന്ത് ചെയ്തു? ഈ സ്വർണത്തിനെല്ലാം അങ്ങ് കലമൊക്കെ അങ്ങ് വിട്ടു. നമ്മളെപ്പോലെ നമ്മളിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആറ്റിലും കടലിലും എല്ലാം കളഞ്ഞിട്ട് പോകുന്നത് പോലെ വാദിരാജ തീർത്ഥ എന്ത് ചെയ്തു? He renounced all the gold, all the jewelry, diamonds, everything in the Sauparnika river. പക്ഷേ ഈ ഗോൾഡ് എന്ത് ചെയ്തു? വാദിരാജ തീർത്ഥ സന്യാസിയും ശിഷ്യഗണങ്ങളും നടക്കുന്ന ഈ സ്വർണ്ണക്കലെല്ലാം ബാക്കിൽ ഫോളോ ചെയ്യുന്നു. ഓൾ ദ ഗോൾഡ് ഫോളോഡ് ഹിം. എല്ലാം സ്വർണം മുഴുവനും ഇവിടെ നടന്ന് അതും ബാക്കിൽ തന്നെ വന്ന് ഉടുപ്പി കൃഷ്ണ ക്ഷേത്രത്തിലെത്തി. സോ വാദിരാജ തീർത്ഥ എന്ത് ചെയ്തു? വലിയ ഒരു കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ സ്വർണമെല്ലാം വെച്ച് മൂടി മേലെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച് അനന്തനെ പ്രതിഷ്ഠിച്ച് എന്നെങ്കിലും കാലത്ത് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അന്നദാനത്തിന് കാശില്ലാതെ വരുമ്പോൾ ഇത് തുറക്കാം, അതുവരെയും തുറക്കണ്ട എന്ന് പറഞ്ഞ് വില്ലും എഴുതി വെച്ച് അതിനെ അടച്ചു. പിന്നെ ക്ഷേത്രത്തിനകത്ത് കാണേണ്ടത് സന്യാസിമാരുടെ സമാധി കണ്ടോ? അതിനകത്ത് കണ്ടില്ല. സുബ്രഹ്മണ്യൻ്റെ അപ്പുറത്ത് തന്നെ എന്തോ വൃന്ദാവനം എന്നവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പാവന വൃന്ദാവനം. ഹൗ മെനി ഓഫ് എത്ര പേര് കണ്ടു? ഓക്കെ. മധ്വ സമ്പ്രദായത്തിൽ സന്യാസിമാർ, ദീക്ഷയെടുത്ത സന്യാസിമാരെല്ലാം സമാധിയാകുമ്പോൾ ഉടുപ്പി ക്ഷേത്രത്തിൽ തന്നെ വെച്ച് പാവന വൃന്ദാവനം എന്ന് പേര്. മാൽപേ ബലരാമ ക്ഷേത്ര. ശ്രീ കൃഷ്ണ ബലരാമ കീ. സോ രാവിലെ ഞാൻ പറഞ്ഞു മധ്വാചാര്യർക്ക് 3 ഗോപീചന്ദനം ഇത് കിട്ടി. ഗോപീചന്ദന കട്ടകൾ 3 എണ്ണം കിട്ടി. അപ്പോൾ ഈ ഒന്ന് ദൂരെ ഉള്ളത് കൃഷ്ണൻ ജനാർദ്ദന സ്വാമി, ഒന്ന് ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാൻ, ഒന്ന് ബലറാം സ്വാമി. ആ 3 ഗോപീചന്ദന ബൗൾഡർ കിട്ടി. അപ്പോൾ ഈ ബലറാം സ്വാമിയെ മധ്വാചാര്യർ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ആദ്യം സുബ്രഹ്മണ്യ ക്ഷേത്രമായിരുന്നു ഇവിടെ. ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹത്തിന് കേടുപാടുകൾ വന്നിട്ട് നാട്ടുകാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവരെല്ലാം മധ്വാചാര്യരുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാ പൊട്ടിയ വിഗ്രഹം പൂജിക്കുക? ഈ വിഗ്രഹത്തിന് ഇത്രയും കേടുപാടുകൾ വന്നല്ലോ, ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ മധ്വാചാര്യർ എന്ത് ചെയ്തു? നേരെ ബലരാമനെ വെച്ചിട്ട് സുബ്രഹ്മണ്യനെ അങ്ങ് മാറ്റി. മധ്വാചാര്യർ ഈ ക്ഷേത്രത്തിൽ ബലറാം സ്വാമിയെ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് ഇത് എവിടെയും കാണാത്ത ഒരു അത്ഭുതമാണ്. അർച്ചവിഗ്രഹം, സ്ഥാപക വിഗ്രഹം ബലറാം സ്വാമിയും അർച്ചവിഗ്രഹം സുബ്രഹ്മണ്യനുമാണ്. സാധാരണ ഒരു അമ്പലത്തിൽ അങ്ങനെ കാണില്ല. മധ്വാചാര്യർ വന്ന് എല്ലാം വേദശാസ്ത്രം എല്ലാം മാറ്റി, ഭക്തിക്കാണ് അദ്ദേഹം പ്രാധാന്യം, വിഗ്രഹത്തിനെ മാറ്റി വെച്ചു. അവിടെ കണ്ടില്ലേ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിയമം, ആചാരം, വാസ്തു എല്ലാം തെറ്റിച്ച് ഭഗവാൻ തിരിഞ്ഞു. ഇവിടെ വന്ന് മധ്വാചാര്യർ സുബ്രഹ്മണ്യൻ ആ കേടുപാടുണ്ടായിരുന്ന വിഗ്രഹത്തിനെ മാറ്റി ബലരാമനെ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് സ്ഥാപക വിഗ്രഹം ബലറാം സ്വാമിയും കുഞ്ഞ് അർച്ചാവിഗ്രഹം ആരാണ്? സുബ്രഹ്മണ്യനും ആണ്. അതുകൊണ്ട് കൊടിമരത്തിൻ്റെ മേലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗരുഡൻ ഉണ്ടാവില്ല, മയിലുണ്ടാവും. സുബ്രഹ്മണ്യൻ്റെ വാഹനമായ മയിലാണ് മേലെ. ഈ കുട്ടിയിൽ ഗരുഡനും നമ്മൾ പുറത്തിരുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും, മയിലാണ് വാഹനം. മധ്വാചാര്യർ വന്ന് വിഗ്രഹത്തിനെ മാറ്റി. ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ കാണാം ഈ ഉടുപ്പി ശ്രീകൃഷ്ണ മഠത്തിനെ ചുറ്റിയും അഷ്ടമഠങ്ങളുണ്ട്. ഈ അഷ്ടമഠങ്ങളിലും ശാലഗ്രാമും പല പല വിഗ്രഹങ്ങൾ വെച്ച് പൂജിക്കുന്നുണ്ട്. ഈ ശാലഗ്രാമെല്ലാം മധ്വാചാര്യർ ഭഗവത്ഗീത എഴുതി കാണിക്കാൻ, ആരെ? വ്യാസമഹർഷിയെ കാണിക്കാൻ ബദ്രിനാഥിൽ പോയപ്പോൾ
വ്യാസമഹർഷി മധ്വാചാര്യരുടെ ഭഗവത്ഗീത ഭാഷ്യവും വായിച്ചിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് സമ്മാനമായി 8 ശാലഗ്രാം ശിലകൾ കൊടുത്തു. ഈ 8 ശാലഗ്രാം ശിലയും അഷ്ടമഠങ്ങളിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ 8 മഠങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇങ്ങനെ നമ്മുടെ ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിന് ചുറ്റി വെളിയിൽ റോഡിൽ ചുറ്റി വരുമ്പോൾ വലിയ വലിയ മഠങ്ങളുണ്ടാകും. അഷ്ടമഠങ്ങളും അവിടെ ഇങ്ങനെ 8 മഠങ്ങളുണ്ടാകും. ഓരോ മഠത്തിലും ശാലഗ്രാം ശിലയുണ്ട്, വിഗ്രഹങ്ങളുണ്ട്. ഈ ശാലഗ്രാം ശിലയൊക്കെ ആര് തന്നതാ? വ്യാസദേവൻ മധ്വാചാര്യർ ഭഗവത്ഗീത ഭാഷ്യം എഴുതിയിട്ട് ബദ്രിനാഥിൽ കൊണ്ടുപോയി കാണിക്കാൻ കൊണ്ടുപോയി, അറ്റസ്റ്റേഷൻ വാങ്ങിക്കാൻ, ഒപ്പ് വാങ്ങിക്കാൻ. ആരുടെ ഒപ്പ്? വ്യാസൻ്റെ ഒപ്പ് വാങ്ങിക്കാൻ മധ്വാചാര്യർ പോയപ്പോൾ 2 പ്രാവശ്യം പോയി വ്യാസമഹർഷി വായിച്ചിട്ട് അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് 8 ശാലഗ്രാം ശിലകൾ കൊടുത്തു. 8 ശാലഗ്രാം ശിലയും ഈ അഷ്ടമഠങ്ങളിൽ വെച്ച് പൂജിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയാൽ റായർ മഠം അന്വേഷിക്കുക. ഈ റായർ മഠം ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിൻ്റെ പുറകെയുള്ള അതിസുന്ദരമായ ഒരു മഠം. അവിടെ മൂലരാമരുടെ ദർശനം, മൂലരാമ വിഗ്രഹം ദർശനം എടുക്കണം. ഇത് ഒരു വളരെ വളരെ വിചിത്രമായ ഒരു ലീലയാണ്. മൂലരാമ വിഗ്രഹത്തിൻ്റെ വിചിത്രമായ ഒരു ലീലയാണ്. പറയണോ വേണ്ടേ? പറയണോ വേണ്ടേ? മധ്വാചാര്യർക്ക് വളരെ പ്രസിദ്ധനായ ഒരു മഹാസന്യാസി വര്യൻ ഉണ്ടായിരുന്നു. നരഹരി തീർത്ഥ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ നരഹരി തീർത്ഥ എടുത്ത് മധ്വാചാര്യർ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ബദ്രികാശ്രമത്തിൽ പോയിട്ട് വരാണ്, 10 കൊല്ലം എടുക്കും. നീ ഈ കാലഘട്ടത്തിൽ കലിംഗദേശത്തിൽ പോയി ബ്രഹ്മാവ് പൂജിച്ചു കൊണ്ടിരുന്ന ഒരു ശ്രീരാമ വിഗ്രഹമുണ്ട്, മൂലരാമ വിഗ്രഹം, അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇതൊക്കെ അതായത് അന്ന് കാലത്ത് ഈ സന്യാസിമാർ ശിഷ്യന്മാർക്ക് കൊടുത്ത സേവനങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത സേവനങ്ങളാണ്. യാത്ര ചെയ്യുക വടക്ക്, അവിടെ ഉള്ള 4 രാജ്യത്തിൽ പോയി രാജാക്കന്മാരെ വൈഷ്ണവരാക്കി മാറ്റിക്കൊണ്ടുവരിക, ഹിമാലയത്തിൽ പോയി ഒളിച്ചു കിടക്കുന്ന ഗ്രന്ഥത്തിനെ എടുത്തുകൊണ്ട് വരിക. ഇങ്ങനത്തെ നമുക്കെന്താണ് സർവീസ്? നാമം ജപിക്കണോ അല്ലേ? അവർക്കൊക്കെ ഗുരുക്കന്മാർ തന്ന സേവനം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത സേവനമാണ്. നമുക്കൊക്കെ കിട്ടണ സേവനം രാവിലെ എണീക്ക്, അത് തന്നെ വലിയ പാടാണ്. അങ്ങനെ മധ്വാചാര്യർ തൻ്റെ മഹാശക്തനായ പ്രസിദ്ധനായ നരഹരി തീർത്ഥയ്ക്ക് പറഞ്ഞു, കലിംഗദേശത്തിൽ പോയി അവിടെ മൂലരാമ വിഗ്രഹം ഒളിച്ചിരിപ്പുണ്ട്, അതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. ഈ മൂലരാമ വിഗ്രഹം ആദ്യം ബ്രഹ്മാവ് പൂജിച്ചു, പിന്നെ ബ്രഹ്മാവ് ഈക്ഷ്വാക്കുവിന് കൊടുത്തു. സൂര്യവംശത്തിൽ ആ മൂലരാമ വിഗ്രഹത്തിനെ ശ്രീരാമചന്ദ്രമൂർത്തിയും പൂജിച്ചു. ആരാര വിഗ്രഹത്തിനെ പൂജിച്ചു? മൂലരാമ വിഗ്രഹത്തിനെ ആര് പൂജിച്ചു? ശ്രീരാമചന്ദ്രമൂർത്തിയും പൂജിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഹനുമാന് കൊടുത്തു, ഹനുമാൻ ഭീമസേനന് കൊടുത്തു. അത് കലിംഗദേശത്തുണ്ട്, അത് വേണമെന്ന് മധ്വാചാര്യർ ആഗ്രഹിച്ചു. അപ്പോൾ മനസ്സിലായോ കണക്ഷൻ? ആ ഭീമസേനനാണ് ആര്? മധ്വാചാര്യർ. അപ്പോൾ അത് വേണം എന്ന് ഇദ്ദേഹത്തിനെ അയച്ചു. ആരെ അയച്ചത്? കലിംഗദേശത്ത്. ഈ നരഹരി തീർത്ഥ കലിംഗദേശത്ത് പോയ ദിവസം അവിടെ ഒരു ചടങ്ങ് നടക്കാണ്. എന്താണ്? രാജാവ് മരിച്ചുപോയി, അടുത്ത രാജാവില്ല, നാട്ടിൽ മൊത്തം അടി. രാജ്ഞിയാണെങ്കിൽ ഗർഭിണി, ഈ കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞ് വളർന്നാലല്ലേ അടുത്ത രാജാവുള്ളൂ. അതുകൊണ്ട് ഞാനാണ് രാജാവ്, നീയാണ്. ആ നാട്ടിൽ അടിയോടെ അടി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നരഹരി തീർത്ഥ കലിംഗദേശത്ത് പോകുന്നത്. അപ്പോൾ അവിടുത്തെ മന്ത്രിമാർ ഒരു സൂത്രം ചെയ്തു, ആനയുടെ കയ്യിൽ പൂമാലയും കൊടുത്തിട്ട് ഈ അടുത്ത യുവരാജാവ് വളർന്നു വരുന്നവരെയും ഈ ആന പൂമാല ആരെ കഴുത്തിയിടുന്നോ അദ്ദേഹം 12 കൊല്ലത്തിന് രാജാവ്. ആ 12 കൊല്ലം കൊണ്ട് ഈ യുവരാജൻ വളർന്നങ്ങ് വരും. ഇതൊന്നും അറിയാതെ ഈ നരഹരി തീർത്ഥ അവിടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ആന പൂമാല ഇട്ടു. അടുത്ത 12 വർഷത്തേക്ക് ഇദ്ദേഹം രാജാവ്. ഈ നരഹരി തീർത്ഥ മൂലവിഗ്രഹം അന്വേഷിച്ച് അവിടെ പോയി നിൽക്കുക. നാട്ടിൽ ഭയങ്കര തിരക്കും ഇതുമൊക്കെ ഉത്സവം നടക്കുന്നുണ്ട്.
ആന പൂമാലയും തൂക്കിക്കൊണ്ടുവന്ന് നേരെ നരഹരി തീർത്ഥയുടെ സന്യാസിയുടെ കഴുത്തിലിട്ടു. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനല്ല വന്നത്, ഞാൻ മൂലരാമ വിഗ്രഹം അന്വേഷിച്ചു. നാട്ടുകാർ പറഞ്ഞു, ഒരു രക്ഷയില്ല, അങ്ങ് തന്നെ രാജാവ്. സോ നരഹരി തീർത്ഥ അത് സ്വീകരിച്ച് 12 വർഷകാലം, ആലോചിച്ച് നോക്കൂ, തൻ്റെ ഗുരുവിൻ്റെ വാക്ക്. ഇവരെന്താ പറഞ്ഞത്? 12 വർഷം രാജ്യം ഭരിച്ച മൂലരാമ വിഗ്രഹം ഞാൻ തരാം, നമ്മളാണെങ്കിൽ പോയിട്ട് വരാം എന്ന് പറയും. അപ്പോൾ തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശം പാലിക്കാൻ വേണ്ടി സന്യാസി, അദ്ദേഹത്തിന് രാജ്യകാര്യങ്ങളിൽ ഒരു താല്പര്യമില്ല, പക്ഷെ മൂലരാമ വിഗ്രഹം കിട്ടാൻ വേണ്ടി അദ്ദേഹം 12 കൊല്ലം ആ രാജ്യത്തിൻ്റെ രാജാവായി സേവനമനുഷ്ഠിച്ചു. ആ 12 കൊല്ലവും ശാന്തിയും സമാധാനമായിരുന്നു. പ്രജകൾക്ക് നരഹരി തീർത്ഥയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ നരഹരി തീർത്ഥ 24 മണിക്കൂർ എന്താ വിചാരിക്കുന്നത്? എപ്പോൾ 12 കൊല്ലം തീരും ഞാൻ പോകാമെന്നാണ്. ഇന്നത്തെ രാജാക്കന്മാരും മന്ത്രിമാരും എന്നാ വിചാരിക്കുന്നത്? എൻ്റെ 5 വർഷം തീരാനേ പാടില്ലെന്നാണ്, എപ്പോഴും എനിക്ക് ഈ കസേര വേണമെന്നാണ്. പക്ഷെ നരഹരി തീർത്ഥ എന്താ വിചാരിച്ച്? എപ്പോൾ 12 കൊല്ലം തീരും, എപ്പോൾ 12. എന്നാലും ആ കർത്തവ്യം കൃത്യമായി ചെയ്ത് 12 വർഷം കഴിഞ്ഞപ്പോൾ ആ മൂലരാമ വിഗ്രഹത്തിനെ കൊണ്ടുവന്ന് റായർ മഠത്തിൽ വെച്ചു. ആ മൂലരാമ വിഗ്രഹം ബ്രഹ്മാവ് പൂജിച്ച് പരമ്പര. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരു ശിഷ്യ ബന്ധം. ഒരു യഥാർത്ഥ വൈഷ്ണവന് ഗുരുവിൻ്റെ വാക്കുകൾക്ക് അപ്പുറത്ത് വേറെ ഒന്നുമില്ല. അവിടെ തൻ്റെ സ്വന്തമായ യുക്തി ബുദ്ധി ഇതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു പരമ്പരയിൽ വരുന്ന ശരിയായ ഒരു വൈഷ്ണവ ഗുരു പറയുന്നത് ശിരസാ വൈക്യ ജീവിതം ധന്യമാകും. അതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. മൂലരാമ ഭഗവാന് കീ, മധ്വാചാര്യ കീ, നരഹരി തീർത്ഥ കീ, ശ്രീല പ്രഭുപാദ് കീ.